ഇന്നത്തെ ഒരു ചട്ടമ്പിയും അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ കേന്ദ്രീകരിച്ചുള്ള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മാറ്റം വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതിപ്പോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഒത്തിരി പഴയ സിനിമകൾ എന്താ പറയുക, അതിന്റെ ഒരു മേമ്പൊടി ചേർത്ത് വ്യത്യസ്തപ്പെടുത്തി നീലത്താമര വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, റീമേക്ക് ചെയ്യാൻ. അപ്പം പിന്നെ ശരിക്കടെ തന്നെ പല സിനിമകളും അതിനായിട്ട് തയ്യാറെടുക്കുന്നും കേട്ടു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതൊരു നല്ല പ്രവണതയാണ് സത്യത്തിൽ. കാര്യം ഇന്നത്തെ തലമുറകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം. ഒരു തട്ടുപൊളിപ്പൻ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കലാമൂല്യമുള്ള സിനിമ ഇന്നത്തെ ഒരു ടെക്നോളജിയിൽ കാണാൻ ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു നല്ല സിനിമയുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമായി ഇപ്പോൾ. കാര്യം സിനിമ ഒരിക്കലും പിന്നെ തളർന്നു പോകില്ല, സിനിമയ്ക്ക് ഒരിക്കലും ഒരു അപജയം ഉണ്ടാകില്ല. തിയേറ്ററുകൾ ഇനിയും പിന്നെ ഉണ്ടാകും, സമുദ്രമാവുമെന്നാണ്. പിന്നെ തിയേറ്ററുകളിൽ ഇനിയും ആളുകൾ വരും. അത്തരം സിനിമകൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം സിനിമയുടെ ഒത്തിരി സിനിമകളും ഒത്തിരി സിനിമയിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മൾ ഒത്തിരി അങ്ങ് പോയി. കുടുംബത്തെ പറ്റി നമ്മളൊന്നും സംസാരിച്ചില്ല. കുറച്ച് കുടുംബകാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. കുടുംബം എവിടെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? എനിക്ക് 3 മക്കളാണ്. അതിന് ഒരു മോള്, ഏറ്റവും ഇളയവള് മോളാണ്. അവൾ MSc B.Ed ആണ്, ദുബായിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. പിന്നെ ഷെഫീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മോളുടെ പേര് ഷെർണ. പിന്നെ ഈ റിസോർട്ട് ഇപ്പോൾ അവരും ഈ ഷെഫീസിൻ്റെ അനിയനാണ് ഷിഹാസ്. അവർ രണ്ടുപേരും കൂടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു ഇതാണ്, നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ട്. ഭാര്യയെ പറ്റി പറഞ്ഞില്ല. വൈഫ് ഒരു നല്ലൊരു ഹൗസ് വൈഫ് എന്ന്. അത് ഈ നല്ല എന്ന് പറയുന്നത് എത്ര നമ്മളെ വിശേഷിച്ചപ്പോൾ പറയാൻ അത്രയ്ക്കുണ്ടല്ലോ ആണല്ലേ. എന്നോടിപ്പോ 35 വർഷം, ഏതാണ്ട് 35 വർഷമാകുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. കലാകാരി ആണോ? അല്ല, കലാകാരന്റെ ഭാര്യ എന്നുള്ളൊരു കലാകാരിയല്ല. അല്ല, കല ആസ്വദിക്കുക. താങ്കളുടെ പിന്നെ സിനിമയൊക്കെ ഇഷ്ടമാണ്. വിമർശിക്കാറുണ്ടോ? ഇല്ല, ഒന്നുമില്ല. വിമർശിക്കാറില്ല, അതൊന്നും അറിയില്ല. അതോ ഇനിയിപ്പം താങ്കളുടെ ആ ഒരു കഥയുടെ അല്ലെങ്കിൽ തിരക്കഥയുടെ പ്രത്യേകത കൊണ്ട് വിമർശിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലല്ല. ഇപ്പൊ ഒരു പഴയ പടങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. പാട്ട് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഈ പിന്നെ സ്റ്റാർ സിംഗർ അതുപോലുള്ള പരിപാടികളൊക്കെ ആസ്വദിക്കാറുണ്ട്. പിന്നെ കൊച്ചുമക്കള് രണ്ട് പേരുണ്ട്. ഒരു കുഞ്ഞ്, അവർക്ക് ഏതാണ്ട് 3 വയസ്സായി. ഇപ്പൊ നമ്മളിവിടെ കണ്ടില്ലേ, അവന് 2 വയസ്സായി. മൂത്ത മോന്റെ കുട്ടിയത്. ഇപ്പം പ്രസന്റ് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റ്മെന്റ് അല്ലൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് പടങ്ങൾ ഞാനിപ്പോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ പഴയ ഒരു പ്രൊഡ്യൂസേഴ്സൊക്കെ തന്നെ ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആളുകൾ, അവരൊക്കെ വലിയൊരു മുടക്കു മുതല് സിനിമ ഒരു സിനിമയ്ക്ക് വേണ്ടിയല്ല, ഒരു വലിയ എമൗണ്ട് വെച്ചിട്ട് തുടർച്ചയായിട്ട് സിനിമ എടുക്കാനുള്ള ഒരു ആലോചനയിലാണ്. അതാണ്. അപ്പം പ്രതിഭാധനരായ ഒരു തിരക്കഥാകൃത്ത്, നമ്മുടെ തലമുറ മറന്നുപോയ, പഴയ തലമുറ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിരക്കഥാകൃത്ത് ഷെരീഫിക്ക, ആലപ്പുഴയുടെ സ്വന്തം ഷെരീഫിക്ക ഇത്ര നേരം നമ്മളുമായി പഴയ ഓർമ്മകൾ, കുടുംബവിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. അപ്പം സ്റ്റാർനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുന്നു.